ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹാ കാലം വെള്ളിയാഴ്ച. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു വീണ്ടെടുപ്പിൻ്റെ സുവിശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. സുവിശേഷത്തിൽ യേശുനാഥൻ മൂന്നാമതും ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈ പ്രത്യക്ഷപ്പെടലുകൾ ചില ആവർത്തനം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. അവൻ ആദ്യമായി ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ഉണ്ടായ ചില സംഭവങ്ങൾ ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ശിഷ്യന്മാരുടെ വീണ്ടെടുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഏറെ പ്രത്യേകിച്ച് പത്രോസിനെ അവിടുന്ന് വീണ്ടെടുക്കുന്നതിൻ്റെ ഒരു സുവിശേഷ ഭാഗം കൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അവർ മത്സ്യബന്ധനത്തിന് പോവുകയാണ്. എന്നാൽ മീനൊന്നും ലഭിക്കാതെ സങ്കടത്തോടെ വരുമ്പോൾ യേശുനാഥൻ അവരെ കണ്ടുമുട്ടുകയും അവരോട് വീണ്ടും വലതുവശത്ത് മീൻ പിടിക്കാനായി വലയിറക്കാൻ ആവശ്യപ്പെടുകയും അവർക്ക് ഒത്തിരി അധികം വല കീറുമാറ് മീൻ ലഭിക്കുകയുമാണ്. അപ്പോൾ അവർ ജീവിതത്തിലെ തകർച്ചയിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് വരികയാണ് യേശുനാഥൻ്റെ സാന്നിധ്യത്തിൽ. ഈ സുവിശേഷ ഭാഗത്തിൽ വളരെ മനോഹരമായി വിവരിക്കുന്ന ഒരു രംഗം, അപ്പോസ്തലന്മാർ മീനുമായി വരുമ്പോൾ അവർ കാണുന്നത് യേശുനാഥൻ പ്രാതലൊരുക്കി കാത്തിരിക്കുകയാണ്. അതായത് അവർക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വിരുന്നിന് മുമ്പ് ഉണ്ടായ ഒരു വിരുന്നുമായിട്ട് സൂചനയുണ്ട്. കാരണം ഇതിന് തൊട്ട് മുൻപ് യേശുനാഥൻ്റെ പീഡാസഹനത്തിനും മരണത്തിന് തൊട്ട് മുമ്പ് ഒരു വിരുന്ന് അവിടെ നിന്ന് ഒരുക്കുന്നുണ്ട്. തൻ്റെ തിരുശരീര രക്തങ്ങളുടെ വിരുന്നാണ് അവിടെ നിന്ന് ഒരുക്കിയത്. ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി ആ വിരുന്ന് നൽകുന്നു. പക്ഷേ വിരുന്നിന് ശേഷം ഇവരിൽ പലരും യേശുനാഥനെ ഉപേക്ഷിച്ച് പോയവരാണ്. ആ പോയവരൊക്കെ വീണ്ടും അവിടെ നിന്ന് ഒരു വിരുന്നിലേക്ക് ക്ഷണിക്കുന്നു എന്ന സൂചന നൽകുന്നത് യേശുനാഥൻ്റെ സ്നേഹത്തിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ്. ഈ സാധാരണ രീതിയിൽ വിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ഒരേപോലെയുള്ള മനുഷ്യരാണ്. ഒരേപോലെ സമൂഹത്തിൽ ഒരേ അധികാര പരിധിയിലുള്ളവരോ അല്ലെങ്കിൽ ഒരേ സാമ്പത്തികമായി നിലനിൽക്കുന്നവരോ ഒക്കെ, അതായത് സുഹൃത്തുക്കളാണ് ആഹാരം ഒരുമിച്ചിരുന്ന് പങ്കെടുത്തിരുന്നത്. സുഹൃത്തുക്കളിൽ തന്നെ അവരിൽ പരസ്പരം അവർ ഒരേ സ്വഭാവം ഉള്ളവരും അല്ലെങ്കിൽ ഒരേ അധികാര ശ്രേണിയിലുള്ളവരും ഒക്കെയാണ് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ യേശുനാഥൻ ശിഷ്യന്മാരെ അങ്ങനെ തന്നെ കണ്ടിരുന്നു. അതിൻ്റെ അടയാളമാണ് അവൻ ആദ്യം അവർക്ക് വിരുന്നൊരുക്കിയത്. പക്ഷേ ആ വിരുന്ന് സ്വീകരിക്കാൻ ഇവർ യോഗ്യരായിരുന്നില്ല. വിരുന്ന് സ്വീകരിച്ചിട്ടും അവർ ഈശോയെ തള്ളിപ്പറഞ്ഞു. എന്നിട്ടും വീണ്ടും പ്രാതലൊരുക്കി അവിടെ നിന്ന് കാത്തിരിക്കുന്നത് അവിടെ നിന്ന് അവരെ ഒരുപോലെ തന്നെ കാണുന്നു, സ്നേഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥമാണ്. അങ്ങനെ അവിടുന്ന് പ്രാതലൊരുക്കി അവർക്ക് ഭക്ഷണം നൽകി വീണ്ടും ആ സ്നേഹവലയത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. ഇത് ഓരോ മനുഷ്യനോടുമുള്ള യേശുനാഥൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള സൂചനയാണ്. അവിടത്തേക്ക് ഒരു മാറ്റവുമില്ല. അവിടുന്ന് എങ്ങനെയാണോ നമ്മളെ സ്നേഹിച്ചത് അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. ഓരോ പ്രാതലൊരുക്കി നമ്മളെ വീണ്ടെടുക്കാൻ അവിടുന്ന് കാത്തിരിക്കുകയാണ്. അത് ഓരോ ദിവ്യകാരുണ്യത്തിലും സംഭവിക്കുന്നുണ്ട്, ഓരോ കുർബാനയിലും സംഭവിക്കുന്നുണ്ട്. യേശുനാഥൻ കാത്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ യേശുനാഥൻ അവരെ കണ്ടുമുട്ടുന്നത് അനുദിന ജീവിതത്തിലെ ചില സംഭവങ്ങളിലാണ്. അവർ സാധാരണ രീതിയിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ അവിടുന്ന് വരികയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ അനുദിന നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇടപെടുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഈശോയെ നമ്മൾ തിരിച്ചറിയണം. ആദ്യം ഈ ശിഷ്യന്മാർ ഈശോയെ തിരിച്ചറിഞ്ഞില്ല, പിന്നീട് അവർ തിരിച്ചറിയുന്നുണ്ട്. അത് ഗുരു തന്നെയാണ്. അവർ സംശയമൊന്നുമില്ല, അവർ ചോദിക്കാനും മെനക്കെടുന്നില്ല. അവർക്കറിയാം അത് യേശുനാഥൻ തന്നെയാണ്. അപ്പോൾ ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നിടത്താണ് നമുക്ക് യേശുനാഥൻ്റെ അടുക്കിലേക്ക് പോകുവാനും അവിടുത്തെ ശിഷ്യനായി തീരുവാനും സാധിക്കുന്നു. അപ്പോൾ അനുദിന ജീവിതത്തിൽ യേശുനാഥൻ ഇടപെടുന്നുണ്ട്. ആ ഇടപെടലുകളെ തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വേറെ പ്രത്യേകിച്ച് ഓരോ ദിവ്യബലിയിലും വിരുന്നൊരുക്കി അവിടെ നിന്ന് കാത്തിരിക്കുന്നത് എന്നെ അവിടെ നിന്ന് സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ ശിഷ്യനായി തീരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.